ആദ്യം ദൈവം എന്താണെന്നറിയണം, അത് കഴിഞ്ഞ് ശിവൻ എന്താണെന്നറിയണം. അത് അറിയാൻ പറ്റാത്തടത്തോളം കാലം ആ ശിവനാമങ്ങളും എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, അന്തിമഹാകാളനാണ് അവിടുത്തെ പ്രതിഷ്ഠ എങ്കിൽ പടിഞ്ഞാറ് വശത്ത് ഒന്നെങ്കിൽ പാടശേഖരങ്ങളോ അല്ലെങ്കിൽ ഒഴുക്കുള്ള നദിയോ അല്ലെങ്കിൽ തടാകമോ ഒക്കെ ആയിരിക്കും. അതായത് പടിഞ്ഞാട്ട് ചരിഞ്ഞ് അസ്തമയത്തെ കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മൗണ്ടിലായിരിക്കും അന്തിമഹാകാളൻ. അതൊരു തുരുത്തുവരെയാവാം. ഇപ്പൊ രുദ്രൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലമാണ് ആ പ്രദേശം. ഒരു കുന്നിന്റെ മുകളാണ് രുദ്രന്റെ ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞാൽ. അവിടെ രുദ്രനാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ലഭ്യത കുറഞ്ഞ് തെക്കോട്ട് ചരിഞ്ഞിട്ടുള്ള നല്ല വെയിലേറ് കിട്ടുന്ന ഒരു മണിക്കിണർ മാത്രമുള്ള ഒരു പ്രദേശമായിരിക്കും. ആ മണിക്കിണറിൽ വെള്ളം കിട്ടും. എങ്ങനെ? നിത്യപൂജ ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിലോ അതും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പ്രദേശമാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. മഹാദേവൻ എന്നാണ് പ്രതിഷ്ഠയെങ്കിൽ അവിടെ ഈശാന കോണിൽ ഒരു വലിയ തീർത്ഥക്കുളം ഉണ്ടാകും. മണ്ണിനും ജലത്തിനും തുല്യ പ്രാധാന്യമുള്ള പ്രദേശമാകും അത്. ഇത് ശാസ്ത്രവിധിയാണ്. ഇതൊരു ദേശത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ, ഭഗവാന്റെ, ഈ ഭൂമിയുടെ ദേഹത്തിന്റെ സ്വഭാവമാകുന്നു. ഇത് പ്രശ്നവിധിയിലല്ല, ശാസ്ത്രവിധിയിലാണ്.